സുഹൈൽ തുടരും. ഇപ്പോൾ MCA നാസർ കൂടി ചേരുന്നുണ്ട്. നാസർ, ഈ പറഞ്ഞതുപോലെ തന്നെ ലോകം ഉറ്റുനോക്കിയിരുന്നത് പാകിസ്ഥാനിലെ ചർച്ചയിലേക്കായിരുന്നു. പക്ഷേ അവിടെ കാര്യമായ ഫലങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു ചർച്ച നടക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലൊരു വിശ്വാസം വേണം, അതല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു തീവ്രമായ ശ്രമം വേണം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് US ചില നിർദ്ദേശങ്ങൾ വെക്കുന്നു, അവരുടെ താല്പര്യത്തിനനുസരിച്ച് അത് ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഒരു തികച്ചും ഒരു ഏകാധിപതിയെ പോലുള്ള ഒരു പെരുമാറ്റവും ഈ ചർച്ചയിൽ കാണുകയുണ്ടായി. അത് എത്ര കണ്ടാണ് ഈ ചർച്ചയെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയൊരു നയതന്ത്ര പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത എത്രത്തോളമാണ് നാസർ? അനീഷ, ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ഇറാനു മേലും അമേരിക്കയ്ക്കു മേലും ഉണ്ട്. കാരണം ആഭ്യന്തരമായ സമ്മർദ്ദം, അതോടൊപ്പം തന്നെ നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദം, GCC രാജ്യങ്ങളുടെ മേലുള്ള അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ, ഇതൊക്കെയും ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണം, ഈ യുദ്ധത്തിൻ്റെയും അല്ലെങ്കിൽ കാലുഷ്യത്തിൻ്റെയുമായ ഒരു സാഹചര്യം ഇനിയും തുടരുന്നത് മേഖലയെ മാത്രമല്ല ലോക സമ്പദ്ഘടനയെ തന്നെ വലിയ തോതിൽ ഉലയ്ക്കുമെന്ന മുന്നറിയിപ്പുകളാണ് എല്ലാവരും നൽകുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന പോലും അതാണ് തെളിയിക്കുന്നത്. നിത്യം ഏതാണ്ട് $600 മില്യൺ തങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ട്. പ്രകൃതിവാതകം ലഭ്യമല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിലയിൽ ഏതാണ്ട് 60% യൂറോപ്യൻ രാജ്യങ്ങളിൽ വർധന ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഊർജ്ജ പ്രതിസന്ധി വലിയ രൂക്ഷമായിട്ട് തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഈ കപ്പൽ ആക്രമണത്തിലൂടെ ഹോർമുസ് മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ തങ്ങൾ പിടിച്ചെടുത്തൊരു കപ്പൽ വിട്ടുകൊടുക്കുകയും നാവിക ഉപരോധം താൽക്കാലികമായെങ്കിലും അമേരിക്ക അവസാനിപ്പിക്കുകയാണെങ്കിൽ ചർച്ചയിലേക്ക് വരാനുള്ളൊരു സന്നദ്ധത നേരത്തെ തന്നെ ഇറാൻ അറിയിച്ചിരുന്നു. അതല്ലാത്തൊരു സാഹചര്യം, ഈ നാവിക ഉപരോധം തുടരുന്നത് ഒരു പരസ്യമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു യുദ്ധമായി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊരു നിലപാടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അല്പം മുമ്പ് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ പാക് വിദേശകാര്യമന്ത്രിയെയും പാക് സൈനിക മേധാവിയെയും നേരിട്ട് തന്നെ അറിയിച്ചതെന്നാണ് ഇസ്ലാമാബാദ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഈ നാവിക ഉപരോധം പിൻവലിക്കാൻ താൻ ഒരുക്കമല്ല എന്നാണ് ട്രംപ് ഇന്ന് വെളുപ്പിനും വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇറാന്റെ സൈനിക ബോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അന്താരാഷ്ട്ര അതിർത്തികളിൽ തങ്ങളുടെ ഉപരോധം നേരിടുന്ന ഇറാൻ കപ്പലുകളും പിടിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പുകൾ നൽകുന്നു. അപ്പോൾ സൈനികമായിട്ടുള്ള നീക്കങ്ങൾ വലിയ തോതിൽ അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലും ഒരു ആക്രമണം പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ വിലയിരുത്തുന്നത്. ആ അർത്ഥത്തിൽ തന്നെ അവരും സൈനികമായിട്ടുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ആയിട്ടുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് അമേരിക്കയും ഇറാനും കൈക്കൊള്ളുന്ന ഈ സമീപനങ്ങൾ പോകുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ കുവൈത്തിലെ അതിർത്തി മേഖലയിലെ സൈനിക പോസ്റ്റിന് നേർക്ക് 2 ഡ്രോണുകൾ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇറാഖിൽ നിന്നാണ് ഡ്രോണുകൾ വന്നിരിക്കുന്നത്. വലിയ തോതിലുള്ള നാശനഷ്ടം അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകൾക്ക് സംഭവിച്ചതായിട്ട് കുവൈത്ത് അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആളപായമോ മറ്റോ ഉണ്ടായിട്ടില്ല എന്ന് കൂടി കുവൈത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഈ കാലുഷ്യങ്ങൾ കൂടുതൽ തലങ്ങളിലേക്ക് നീങ്ങുന്നതും മേഖലയിൽ വീണ്ടും സംഘർഷം പെരുകുന്നതും കൂടുതൽ ഭയാശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് മറികടക്കാൻ ഈ പാകിസ്ഥാന്റെയും മറ്റും നേതൃത്വത്തിൽ നടക്കുന്ന സമവായ നീക്കങ്ങൾ എത്ര കണ്ട് വിജയിക്കുമെന്ന ഒരു അനിശ്ചിതത്വവും ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുകയാണ്. അനീഷ, തുടരുമ്പോൾ BK സുഹൈലിലേക്ക്